കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് തമാശയായിട്ടാണ് ജനങ്ങൾക്ക് തോന്നുന്നതെന്നും പിണറായി വിജയനോട് സഹതാപമാണെന്നും രമേശ് ചെന്നിത്തല. 4 മന്ത്രിമാർക്കും സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും എതിരെ അന്വേഷണം നടത്താനിരിക്കെയാണ് പിണറായി വിജയൻ ഹാലിളകി നടക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പരിഹസിച്ചു. നേരത്തെ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി ഒരു കത്തയച്ചു. അത് കേന്ദ്ര ഏജൻസികളെ സ്വർണ്ണക്കള്ളക്കടത്ത് പോലെയുള്ള പ്രമാദമായ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. അന്വേഷണം മുറുകിയതോടുകൂടി ആ അന്വേഷണത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവരെ ആ അന്വേഷണ ഏജൻസികളെ തിരിച്ചു വിളിക്കണം, ഇവർ ഞങ്ങളെ കുഴപ്പിക്കുന്നു എന്ന മട്ടിലുള്ള പ്രസ്താവനയുമായി മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയോട് സഹതപിക്കാനല്ലാതെ നമുക്ക് എന്ത് കഴിയും? ഐ സിമ്പതൈസ് വിത്ത് ചീഫ് മിനിസ്റ്റർ സീക്രട്ടറി. ഇതല്ലാതെ എങ്ങനെയുള്ള അന്വേഷണമാണ് മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചത്? രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPM-ന്റെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം പോലെയാണ് ഈ അന്വേഷണവും പോകേണ്ടത് എന്നായിരുന്നു ഗവൺമെന്റ് കരുതുന്നത്. കേന്ദ്ര ഏജൻസികൾ അദ്ദേഹം പ്രതീക്ഷിച്ചത് അത്തരമുള്ള ഒരു അന്വേഷണമായിരുന്നു എങ്കിൽ സർക്കാർ സ്വദേശനും സ്ഥലത്തിനും മറ്റുമായി അന്വേഷണം ഒതുക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അന്വേഷണം നടത്താതിരിക്കുകയും ചെയ്യണമായിരുന്നു. എങ്കിൽ ശിവശങ്കരനെ അകത്താക്കാതിരിക്കുകയും രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ പാടില്ല. പക്ഷെ അങ്ങനെയുള്ള അന്വേഷണമല്ല എന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഹാലിളകി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരായ നിലപാട്. മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ ഇത് സംബന്ധിച്ച് കത്തയക്കും പ്രധാനമന്ത്രി. മുഖ്യമന്ത്രി ഒരു കത്തയക്കുന്നത് കേരളത്തിലെ പൊതു ജനങ്ങളുടെ മൊത്തം വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ അതല്ല ചെയ്യുന്നത്. The chief minister is abusing his position. ഇവിടെ മുഖ്യമന്ത്രി തന്റെ പദവി ദുരുപയോഗപ്പെടുത്തുകയാണ്. കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ഈ അന്വേഷണം മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നാണ് ആഗ്രഹം. വസ്തുതാപരമായി നിയമപരമായി അന്വേഷിച്ച് കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. പൊതുവികാരം അതായിരിക്കും. ആ പൊതുവികാരത്തിനെതിരായി സംസ്ഥാന മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നത് താൻ ഇരിക്കുന്ന പദവി മിസ്യൂസ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ കത്തയക്കുന്ന നടപടി തെറ്റായ ഒരു കീഴ്വഴക്കമാണ് ഉണ്ടാക്കുന്നത്. ഇത് ജനങ്ങളുടെ വികാരമല്ല. ഈ കത്തിലൂടെ പ്രതികരിക്കും. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണ് യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. അനുബന്ധമായി നടന്നിട്ടുള്ള കേസുകൾ ശിക്ഷിക്കപ്പെടണം. ആ പൊതുവികാരം അതായിരിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി കത്തെഴുതുന്നത് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ രക്ഷിക്കാനാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ കത്തെഴുതാനായി മുഖ്യമന്ത്രി ഇന്നലെ പതിവില്ലാത്ത നിലയിൽ പൊട്ടിത്തെറിച്ചാണ് കേന്ദ്ര ഏജൻസികൾക്കെതിരെ സംസാരിച്ചത്. എന്നാൽ ഇതെല്ലാം ഈ കേന്ദ്ര ഏജൻസികളെല്ലാം നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദിക്കെതിരായി ഒരു അക്ഷരം പറഞ്ഞില്ല. അമിത്ഷായ്ക്കെതിരായി മുഖ്യമന്ത്രി ഒരു അക്ഷരം പറഞ്ഞില്ല. നരേന്ദ്രമോദിയെ അമിത്ഷായുമല്ല യഥാർത്ഥ വില്ലന്മാർ, അവരെ പറ്റി എന്തുകൊണ്ട് പറഞ്ഞില്ല?
അതിനെപ്പറ്റി ഒരു അക്ഷരം ചെയ്തത്. പ്രതിപക്ഷ നേതാവായ എന്നെ പുലഭ്യം പറഞ്ഞതിന്റെ 1% നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ പറയാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല? അപ്പോൾ ഇതിന്റെ കേന്ദ്ര ഏജൻസികൾ 3 മാസത്തിനകം ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ ആർക്കാണ് താല്പര്യം? ഒരു കാര്യം ശരിയാണ്, ഈ ഗവൺമെന്റിനെ അടുത്ത 2021 മെയ് മാസത്തിൽ ജനങ്ങൾ ബാലറ്റ് പെട്ടിയിലൂടെ, ബാലറ്റ് പേപ്പറിലൂടെ അട്ടിമറിക്കും. അത് സംശയം വേണ്ട. അതിന്റെ ഒരു പ്രതിഫലനമായിരിക്കും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വിനീത വിധേയനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നെ അടിയനെ രക്ഷിപ്പാം എന്ന് പറഞ്ഞതുപോലെ എന്നെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നത് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള സഹതാപം വർദ്ധിക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾ ക്ഷണിച്ചുകൊണ്ട് വന്നാലാണ് ആ ഏജൻസികൾ ഇവിടെ വന്ന് പ്രവർത്തനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താണ്? അന്വേഷണം ഭദ്രമായ നിലയിലാണ് നടക്കുന്നത്, നല്ല നിലയിലാണ് നടക്കുന്നത്. അദ്ദേഹം മറ്റൊന്നും കൂടി പറഞ്ഞു, ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ പലരുടെയും നെഞ്ചിരിപ്പ് വർദ്ധിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ആരുടെ നെഞ്ചിരിപ്പാണ് വർദ്ധിച്ചിരിക്കുന്നത്? ഏത് വമ്പനാണെങ്കിലും കൊമ്പനാണെങ്കിലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ വമ്പന്മാർ കുടുങ്ങുമെന്നായപ്പോഴാണ് അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നാണ്. ഇപ്പോൾ വെള്ളം കുടിച്ച് മതിയായോ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ എന്ന് മുതലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്? നിലവിലെ കൂടെ ഉണ്ടായിരുന്ന വലങ്കൈയായിരുന്ന ശിവശങ്കരനെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും മുഖ്യമന്ത്രിക്ക് വേവലാതി ഉണ്ടായില്ല, മുഖ്യമന്ത്രി കുലുങ്ങിയില്ല. അന്വേഷണം ശരിയായ ദിശയിൽ നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ തന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രനെ അന്വേഷണത്തിന് വേണ്ടി വിളിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ആടിപ്പോയത്. മുഖ്യമന്ത്രി എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? CM രവീന്ദ്രനെ പിടികൂടുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്ര വിറയൽ? അതാണ് ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഇന്നലെ അദ്ദേഹം നെൽസൺ മണ്ടേലയെയും കെനിയയിലെ സ്വാതന്ത്ര്യ സമര സേനാനി ജോമോ കെനിയയെയും ഐറിഷ് രാജ്യതന്ത്രജ്ഞൻ യേമൻ ഡി വലേറയെയും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും ഒക്കെ സാമ്രാജ്യത്വ ശക്തികൾ വേട്ടയാണ് ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. അതല്പം കടന്നുപോയി എന്നാണ് മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാം. കാരണം അവരൊക്കെ അതാതിടത്തെ തങ്ങളുടെ ജനതയുടെ മോചനത്തിന് വേണ്ടി പോരാടിയവരാണ്. സാമ്രാജ്യത്വത്തിനെതിരായി പോരാടി പീഡനമേൽക്കേണ്ടി വന്നവരാണ്. അല്ലാതെ സ്വർണ്ണക്കള്ളക്കണക്ക് നടത്തി, അല്ലാതെ മയക്കുമരുന്ന് കച്ചവടം നടത്തി അതിന്റെ പേരിൽ ജയിലിൽ പോയവരാണ്. മണ്ടേലയും ഗാന്ധിജിയും ഒക്കെ ജയിലിലായത് ഇത്തരം അധോലോക പ്രവർത്തനങ്ങൾ നടത്തിയാണ് എന്നാണോ അതിന് വിവക്ഷിക്കുന്നത്? താരതമ്യം വളരെ കൂടിപ്പോയി എന്നാണ് എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ പറ്റി രോഷം കൊള്ളുന്ന മുഖ്യമന്ത്രി സംസ്ഥാന ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണ്. 2-3 തവണ അന്വേഷിച്ച് കരണ്ടില്ല എന്ന് കണ്ടെത്തിയ ഒരു കേസാണ്, കോടതിയിൽ നിലനിൽക്കുന്ന കേസിനെ പറ്റിയാണ് VS ശിവകുമാറും K ബാബുവിനുമെതിരായി ഗവർണറുടെ സാങ്ഷൻ കൊടുത്തു. ഗവർണർക്ക് പോലും സംശയമുണ്ടായത്
ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ സ്പീക്കർ ശ്രീരാമകൃഷ്ണന് ആ വക ഒരു സംശയവുമില്ല. പ്രതിപക്ഷ നേതാവിനെതിരായി അംഗത്വത്തിന്റെ ഫയൽ എത്തുന്നതിന് മുമ്പ് വായിച്ചു പോലും നോക്കാതെ ഒപ്പിട്ടു. കഴിഞ്ഞ വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി സോളാർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി. അതൊന്നും കേരളീയർ മറന്നിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തു? എന്തെങ്കിലും നടപടി എടുക്കാൻ കഴിഞ്ഞോ? വീണ്ടും ആ കേസ് പ്രതിനിധീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ കാര്യം പ്രതിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ എംഎൽഎമാരായ വി ഡി സതീശൻ, പി ടി തോമസ്, അൻവർ സാദത്ത്, എം കെ രാഘവൻ എം പി, മുൻ മന്ത്രിമാരായ വി എസ് ശിവകുമാർ, കെ ബാബു, പ്രതിപക്ഷ നേതാവായ ഞാൻ, ഞങ്ങൾക്കെതിരായി അതുപോലെ തന്നെ കെ എം ഷാജി, സംസ്ഥാനത്തെ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ വേട്ടയാടുന്നു. നന്നായിക്കോട്ടെ, അത് ഞങ്ങൾ നോക്കിക്കോളാം. നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ നോക്കിക്കോളാം. അലനും താഴെ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരെ, എന്റെ പേര് UAPA ചുമത്തിയ കാര്യം നമ്മളാരും മറന്നുപോയിട്ടില്ല. അവരെ ജയിലടച്ചത് വേട്ടയാടായിരുന്നില്ലേ? ആ കേസ് തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയിട്ട് ആ കത്ത് കേന്ദ്രത്തിന്റെ ചുവറ്റുപട്ടയിൽ കിടക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 8 മാവോയിസ്റ്റുകളെയാണ് കേരളത്തിൽ വെടിവെച്ചു കൊന്നത്. അത് വേട്ടയാടല്ലേ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് ഇടതു മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായി CPI പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. സ്വന്തം സംസ്ഥാനത്ത് വേട്ടയാടൽ നടത്തുന്ന മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലിനെ പറ്റി പറയാൻ എന്ത് അർഹതയാണുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ ഭരണത്തിന്റെ ഭാഗമായി അന്വേഷണങ്ങളിലൂടെ പീഡിപ്പിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെ അല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ഇന്നലത്തെ 1 മണിക്കൂർ നീണ്ടുനിന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചില തമാശകളൊക്കെ ബന്ധങ്ങളൊക്കെ പറഞ്ഞു. അഴിമതിരഹിതമായി സുതാര്യമായിട്ടാണ് കേരളത്തിലെ ഭരണം നടക്കുന്നത്. ജനങ്ങൾ ഇത് കേട്ട് ഞെട്ടിപ്പോയി. കേരളത്തെ പറ്റിയാണോ ഇത് പറയുന്നത് വളരെ സംശയമുണ്ടായിരുന്നു. അതിലൊരു വീഴ്ച, നേരിയ വീഴ്ച ഉണ്ടായപ്പോൾ അപ്പോൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള സംവിധാനമുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സ്വന്തം ഓഫീസ് സ്വന്തം കള്ളക്കടത്തുകാർ താവളമാക്കിയിട്ട് അറിയാത്ത മുഖ്യമന്ത്രിയാണിത് പറയുന്നത്. തന്റെ വലങ്കൈയായിരുന്ന ശിവശങ്കർ കള്ളക്കടത്തുകാരന്റെ ആളായി മാറിയിട്ടും വിവരമറിയാത്ത മുഖ്യമന്ത്രിയാണ് നേരെ വീഴ്ച പോലും ഉണ്ടായാൽ അത് കണ്ടെത്തി പരിഹരിക്കാൻ സംവിധാനമെന്നാണ് ദീപ് പറയുന്നത്. അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുഴിച്ച് നിൽക്കുന്ന ഗവൺമെന്റാണ്. തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നത്. ഇതെല്ലാം പ്രതിപക്ഷം ഓരോ ഘട്ടത്തിലായി പുറത്തുകൊണ്ടിരുന്നതാണ്. ഡിസ്റ്ററി അഴിമതി, ട്രാൻസ്ജെൻഡർ അഴിമതി, സ്പ്രിംഗർ അഴിമതി, പമ്പ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട അഴിമതി, ഈ മൊബിലിറ്റി അഴിമതി, ബസ്റ്റുവാമിന്റെ അഴിമതി, കേരളയുമായി ബന്ധപ്പെട്ട അഴിമതി, അങ്ങനെ എത്ര അഴിമതികളാണ് പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നത്. മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു അന്വേഷണത്തിന് തയ്യാറായോ? അന്വേഷിക്കാൻ തയ്യാറായത് സ്പ്രിംഗറിൽ മാത്രമാണ്. ആ അന്വേഷണ റിപ്പോർട്ട് തന്നെ സർക്കാർ നടപടികളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടായിരുന്നു. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ട് വേറൊരു കമ്മിറ്റിയെ നിയോഗിക്കാൻ കഴിയും. പമ്പാ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വിജിലൻസ് കോടതി തിരുവനന്തപുരത്ത് പരാതി കൊടുത്തു. കോടതി അന്വേഷിക്കാൻ ഉത്തരവിട്ടു. 41 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിയിരിക്കാൻ ഗവൺമെന്റ്. അഴിമതിക്കെതിരെ ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനമില്ല. വടക്കാഞ്ചേരി കൈവിനെ സംബന്ധിച്ച് CBI അന്വേഷിക്കാനായി മുന്നോട്ട് വന്നു. 20 കോടി രൂപയുടെ പദ്ധതിയിൽ 9.5 കോടി രൂപ കമ്മീഷൻ അടിച്ച സംഭവമാണ്.
സർക്കാരിന്റെ വിജിലൻസ് അന്വേഷിച്ചിട്ടും ഗുരുതരമായ അഴിമതിയുണ്ട് എന്ന് കണ്ടെത്തി. എന്നിട്ടും ഗവൺമെന്റ് ചെയ്തത് ഹൈക്കോടതിയിൽ പോയി ആ അന്വേഷണത്തെ CBI അന്വേഷണത്തെ സ്റ്റേ ചെയ്യാനുള്ള നടപടിയാണ്. പാവങ്ങളുടെ പേര് പറഞ്ഞ് ആവിഷ്കരിച്ച ലൈഫ് പദ്ധതിയിൽ നടന്ന കോടികളുടെ അഴിമതികൾ കണ്ടില്ലായിട്ട് നടക്കുകയും ഈ പദ്ധതികളെ വാക്കുവൽക്കരിക്കുകയും ചെയ്യുന്ന നടപടിയാണ് മുഖ്യമന്ത്രി. തീർച്ചയായും UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ ലൈഫ് പദ്ധതിയെ പറ്റി അന്വേഷിക്കും. പാവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് നികുതി പണം കൊള്ളയടിക്കാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. രാഷ്ട്രീയ വിവരം ബാധിച്ചവർക്ക് സമനില നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അഴിമതി കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഭ്രാന്തി കാരണമുള്ള തോന്നൽ മാത്രമാണ്. അഴിമതിയുടെയും വേട്ടയാടലിന്റെയും രാഷ്ട്രീയമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഇത് വിനാശത്തിന്റെ രാഷ്ട്രീയമാണ്. ഇത് നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ്. ഇത് കേരള ജനത അംഗീകരിച്ചതല്ല എന്ന് തന്നെയാണ്. അഴിമതിയിൽ പിടിവീഴുമെന്ന് കണ്ടപ്പോഴാണ് രക്തസാക്ഷി പരിവേഷം കിട്ടുന്നതെന്ന് മുഖ്യമന്ത്രി നോക്കുന്നത്. അഴിമതിയിൽ പിടികൂടുമെന്ന് കണ്ടപ്പോഴാണ് ചരിത്ര പുരുഷന്മാരെ കൂട്ടുപിടിച്ച് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് നോക്കുന്നത്. സർക്കാരിന്റെ തനിനിറം പുറത്തു വന്നു കഴിഞ്ഞു. പാവങ്ങളുടെ പേര് പറഞ്ഞിനിയും ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതണ്ട. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് കുറ്റവാളിയായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സർക്കാരിനെതിരെ വൻപിച്ച ജനകീയ മുന്നേറ്റമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൂട്ടമായി വോട്ട് ചെയ്തത്. അവസാന ഘട്ടത്തിലും ജനങ്ങൾ UDFന് അനുകൂലമായ വിജയത്തിൽ നടത്തുന്ന ഞങ്ങൾ ഉറപ്പുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ UDF വൻപിച്ച വിജയം പ്രതീക്ഷിക്കുന്നു. അതാണ് മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം പറയാനുള്ള കാരണം. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയപ്പോൾ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകും എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിനുള്ളിൽ നഗ്നമായ ലംഘനമാണ്. ഇത് സംബന്ധിച്ച് KC ജോസഫ്, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡർ ശ്രീ KC ജോസഫ് ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടം നടക്കാനിരിക്കെയാണ് ഇന്നലെ അദ്ദേഹം ഈ പ്രഖ്യാപനം. വോട്ടർമാരെ സ്വാധീനിക്കാനാണ് എന്നത് പകരപോലെ വ്യക്തമായ കാര്യമാണ്. കോവിഡ് സൗജന്യമായി നൽകുമെന്ന് ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് BJP ആയിരുന്നു. ആ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് ബീഹാറിൽ പ്രഖ്യാപിച്ച BJPയുടെ അതേ നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് നല്ലതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടെത്തിക്കാനുള്ള സൂത്രവിധിയാക്കുന്ന നടപടി മുഖ്യമന്ത്രിയെ പോലെ ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇപ്പോഴും കോവിഡ് വാക്സിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തതയില്ല. അങ്ങനെ ഇരിക്കെ ഇത് ഇന്നലെ പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനവും അത് വെച്ചുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാനുമാണ് എന്നാണ്. കോവിഡ് വാക്സിൻ എന്ത് അവൈലബിൾ ആകുമെന്ന് ഇതുവരെ കേന്ദ്രം പറഞ്ഞിട്ടില്ല. കേന്ദ്രം ഇത് സൗജന്യമായിട്ടാണോ നൽകുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇതിലൊരു ക്രമീകരണവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയത്. ചട്ടലംഘനമാണ്. തെരഞ്ഞെടുപ്പിൽ ജനത്തെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രീ KC ജോസഫ് കൊടുത്ത പരാതിക്ക്
നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് വാക്സിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞത്. അത് ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ ദിവസവും പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് പരാമർശം നടത്തുന്നത് മാത്രമാണ് ഇത് കാര്യമാക്കേണ്ടതെന്നാണ് എനിക്ക് പറയുന്നത്. അത് അവാസ്തവമായ കാര്യമാണ്. എല്ലാ ദിവസവും നടത്തുന്ന പത്രസമ്മേളനം പോലെ അല്ലല്ലോ ഇന്നത്തെ പത്രസമ്മേളനം. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ പെരുമാറ്റം ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. അത് സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അട്ടിമറിക്കാനും അത് വഴിതിരിച്ചു വിടാനുമുള്ള സ്ഥിതി. അതുകൊണ്ട് ആ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ലീഗ് നേതാവ് ഒരാൾക്കെതിരെ കൂടി ഒരു ചെക്കിന്റെ കേസ് വന്നിട്ടുണ്ട് 5 കോടിയുടെ വിദേശത്ത്. അപ്പോൾ ആ ഒരു കേസിൽ ഇപ്പോൾ എന്താണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ UDF-ന്റെ മായരാജിക്കെതിരെ എന്താ സഞ്ജയ് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുന്നതാണ് UDF കൺവീനർ പറയുന്നത്. അത് തെറ്റിദ്ധരിച്ചു അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത്തരം ഒരു പ്രസ്താവന നിരവധി പേർക്ക് പാവങ്ങൾക്ക് വീട് വെച്ചെടുക്കുന്ന ഒരു പദ്ധതി ഏത് രീതിയിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് CM പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതാണ്. പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിക്ക് ഞങ്ങൾ UDF ഗവൺമെന്റ് കാലത്ത് 4 ലക്ഷം പേർക്കാണ് 5 വർഷം വീട് വെച്ചു കൊടുക്കുന്നത്. അത് ലൈഫ് മിഷൻ ഇല്ലാതെ തന്നെ വിവിധ ഗവൺമെന്റ് ഏജൻസികളെ കൊണ്ട് വീട് വെച്ചു കൊടുക്കുക. മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെച്ചു, പട്ടികജാതി പട്ടികജാതിക്കാർക്ക് വീട് വെച്ചു കൊടുക്കും. അങ്ങനെ വിവിധ പഞ്ചായത്തുകൾ വീട് വെച്ചു കൊടുക്കും. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കൊടുത്തുകൊണ്ടിരുന്ന പദ്ധതികളെല്ലാം കൂടി ഒരുമിച്ചാക്കിയാണ് ലൈഫ് പദ്ധതിയാണ്. അല്ലാതെ ഇത് പുതുതായിട്ടൊന്നും ഉണ്ടായതല്ല. അപ്പോൾ പോലും 1.5 ലക്ഷം വീടാണ് നിർമ്മിച്ചത്. അതേസമയം ഇതല്ലായിരുന്നെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ മുഖേന 4,000-4,000-ഓളം വീടുകൾ കഴിയുമായിരുന്നു. ഏതായാലും 4 ലക്ഷം വീടെങ്കിലും വെക്കാൻ കഴിയുമായിരുന്നു. ഞങ്ങൾ പറഞ്ഞത് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ മിഷനുകൾ കൊടുക്കണമോ എന്ന് ഞങ്ങൾ ആലോചിക്കും. കാരണം ഈ മിഷൻ പരാജയമാണ്. ഈ മിഷനുകൾ കൊണ്ട് കേരളത്തിൽ ഗുണമുണ്ടായില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാം ഒരു അംബർലയുടെ കീഴിൽ കൊണ്ടുവരികയാണ്. പല പദ്ധതികളുണ്ട്. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. അപ്പൊ അത് ഒറ്റയടിക്ക് തന്നെ പിരിച്ചുവിട്ടിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണോ ഇപ്പോൾ പരിശോധിച്ച് ഞങ്ങൾ എന്താ വേണ്ടത്? കാരണം കേന്ദ്ര ഗവൺമെന്റ് പണത്തിലുണ്ട്, പഞ്ചായത്തിന്റെ പണം, കേരള ഗവൺമെന്റിന്റെ പണം തുച്ഛമായ പണമാണ് ഈ രാജ്യത്തുള്ളത്. അപ്പൊ അത് വേണമോ അല്ലെ വേറെ രീതിയിൽ അതിന് സംവിധാനം ചെയ്യണമോ? പാവപ്പെട്ടവർക്ക് വീട് ചോദിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് നമ്മളിത് പരിശോധിക്കാതെയാണോ അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് അർത്ഥം അതാണ്. ഞാൻ പറഞ്ഞതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതൊന്നുമില്ല, അതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിലുള്ള ഗുണഭോക്താക്കളെ ഒന്നും ബാധിക്കാത്ത തരത്തിൽ തന്നെ അത് പുനഃസംവിധാനം ചെയ്തതിനെ പറ്റിയാണ് അസംഭവം. ഞാൻ ഈ പദ്ധതി വേണ്ടത് ഉള്ളതല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകും അല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് നോക്കാം. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നാളത്തെ തെരഞ്ഞെടുപ്പിൽ കൂടി ജനങ്ങൾ ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ UDF-ന് അനുകൂലമായി ചിന്തിക്കുക. UDF-ന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ നടത്തുക. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മുന്നേറ്റം UDF ഉണ്ടാകും എന്ന് തന്നെയാണ്. നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മലബാർ മേഖലയിലാണ്. പ്രത്യേകിച്ച് ലീഗിനെതിരെ ഇത്രയും ബുദ്ധിമുട്ടുകളായിട്ടുള്ള ഓരോ പ്രസ്താവനകൾ അല്ലെങ്കിൽ കേസുകൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അത് അവിടുത്തെ ഫലത്തിന് തിരിച്ചു ബാധിക്കില്ല. ഇപ്പോൾ അങ്ങേക്ക് അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും മാനരാജിക്കെതിരായ ഒരു കേസ് കൂടി ഇപ്പോൾ ചർച്ചയാവുകയാണ്.
അത് പാലിക്കുന്ന ഓരോ കേസ് പറഞ്ഞാൽ ഞാനെന്ന് പരിശോധിക്കാൻ എനിക്ക് പറയാൻ പറ്റും. അല്ല ഇതുവരെ ബാക്കി ഒരു പത്രത്തിൽ ഞാൻ കണ്ടില്ല. നാട്ടിൽ ആരുടെയെല്ലാം പേരിൽ കേസുണ്ടാവണം, അതെല്ലാം ഞാൻ അറിഞ്ഞോണ്ടിരിക്കണം. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമില്ല. UDF ഒറ്റക്കെട്ടായി ഒരുമിച്ച് കഴിഞ്ഞ കാലത്ത് നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ഐക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അത് നല്ല ഭൂരിപക്ഷത്തോടു കൂടി UDF വിജയിക്കും. കഴിഞ്ഞ തവണത്തെക്കാളൊക്കെ വലിയ മുന്നേറ്റം UDF ഉണ്ടാകും. കുളത്തൂരിന് ഒരു പുത്തൻ സുവർണ സംസ്കാരം സമ്മാനിച്ച് ബയൻ ഗോൾഡൻ ഡയമണ്ട്സ്. ബയൻ അവതരിപ്പിക്കുന്നു പരിശുദ്ധ BIS 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. സ്പെഷ്യൽ ബ്രൈഡൽ കളക്ഷനുകൾ, ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ്, ആന്റിക് കളക്ഷൻസ്, ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഡിസൈൻ വൈവിധ്യങ്ങൾ, വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. മനസ്സറിഞ്ഞ പൊന്ന്, പൊന്നറിയും പാരമ്പര്യം. ബയൻ ഗോൾഡൻ